ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ചിപ്പു ഹിയർ. ചിപ്പു ഞാനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ ഫേസ് റേസ് ചെയ്യുന്ന വീഡിയോ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഫേസ് റേസർ യൂസ് ചെയ്യുന്നത്. അതിന് മുന്നേ തന്നെ മുരയും. ഓക്കെ, അപ്പോൾ ഒന്ന് മിക്കവാറും ചോരക്കളിയായിരിക്കും. ബട്ട് ഞാൻ കുറേ വീഡിയോസൊക്കെ റെഫർ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. കേൾക്കാണ്ടോ? സൗണ്ട് കുറവുണ്ടോ? വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഫേസ് റേസ് ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഫേസ് റേസ് ചെയ്യുന്നത്. ഞാൻ കുറേ തവണ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്നിങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്കിപ്പോൾ മീശ കുറച്ച് കൂടിയിരിക്കുന്നു. അപ്പോൾ ഈ തോട്ടായിട്ട് നമുക്ക് ചെയ്യാന്നുള്ളത്. ചിലർക്ക് പല റീസൺ കൊണ്ട് നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. ഫേസ് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. ചിലപ്പോൾ ഹോർമോൺ ഇഷ്യൂ, PCOD അങ്ങനത്തെ ഉള്ളവർക്ക് ഉണ്ടാവും. ചിലപ്പോൾ അത് നാച്ചുറലി ഉള്ളതായിരിക്കും, അവരെ ഹോൾ ബോഡിയിൽ അങ്ങനെ ഉണ്ടാവും. ചിലവർക്ക് സ്ട്രെസ്സ് കൂടി കഴിഞ്ഞാലുണ്ടാവും. എനിക്ക് സ്ട്രെസ്സ് കൂടിയിട്ടാന്ന് എനിക്കറിയില്ല. എനിക്ക് എന്തായാലും ഇപ്പോൾ ഇവിടെ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഈ തോട്ട് ദാറ്റ് ഞാനൊന്ന് ഫേസ് റേസ് ചെയ്ത് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഓക്കെ, ഞാനവിടെ മേടിച്ചുള്ളത് ഒരു ക്യാൻ എന്നുള്ള ഫേസ്, ഒരു ഏതോ ഒരു ബ്രാൻഡ്, എനിക്കറിയില്ല. ഞാൻ ഇന്നലെ മാളിൽ പോയപ്പോൾ വെറുതെ മേടിച്ചതാണിത് ആക്ച്വലി. അപ്പോൾ ഫസ്റ്റൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും ബ്രാൻഡ് നോക്കി മേടിക്കുക. കാർണിസിൻ്റെ ഒക്കെ നല്ല ബ്രാൻഡ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ബ്രാൻഡഡ് സാധനങ്ങൾ മേടിക്കുക. ഇതാണ് ഫേസ് റേസർ. കുറച്ചൊരു ടിൻലായിട്ടുള്ള ഒരു ബ്ലേഡാണ്, സേഫാണ്, അങ്ങനെ ഇങ്ങനെ മുറിയൊന്നും ആവില്ല. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല കേട്ടോ, നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അത്ര 100ൻ്റെ അടിയിലാണ് പൈസ, അതെനിക്ക് ഓർമ്മ ഉണ്ട്. ബ്രാൻഡ് ഏതാണെന്ന് എനിക്കറിയില്ല. എല്ലാവരും ലുക്കിലല്ലല്ലോ, വർക്കിലല്ലേ കാര്യം. കാണണ്ട? ഓക്കെ, ഒരു ക്യാപ്പും വരുന്നുണ്ട്. അത് എല്ലാത്തിൻ്റെയും ഉണ്ടാവും തോന്നുന്നു. അപ്പോൾ ആദ്യം ഫേസിൽ നമ്മൾ എന്ത് ചെയ്യാം, മോയ്സ്ചറൈസർ അല്ല, അലോവേറ ജെല്ലാണ് പ്രിഫർ ചെയ്യുന്ന എല്ലാവരും. കാരണം അത്യാവശ്യം മോയ്സ്ചറൈസർ ചെയ്യിപ്പിക്കുന്ന സാധനമാണല്ലോ അലോവേറ. അപ്പം നല്ല ക്വാണ്ടിറ്റി നമുക്ക് യൂസ് ചെയ്യണം. സത്യം പറഞ്ഞാൽ നല്ല പേടിണ്ടിട്ട് എനിക്ക്, എന്താവോന്ന് എനിക്കറിയില്ല. നമുക്ക് ചെയ്ത് നോക്കാം. അത്യാവശ്യത്തിലേറെ നമ്മൾ എന്ത് ചെയ്യുക, അലോവേറ യൂസ് ചെയ്യുക. അത് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഓൾറെഡി തേച്ച് കഴിഞ്ഞ് നമുക്ക് ചെയ്ത് നോക്കാം. അതിനെ നെറ്റ് ചെയ്യാല്ലേ. സത്യം പറഞ്ഞത് കോളാവുമെന്നുള്ള ടെൻഷനുണ്ട്. പക്ഷെ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇത് അടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വരുന്നൊന്നും അങ്ങനെ ചിന്തിക്കരുത്. അത് മണ്ടത്തര, അങ്ങനത്തെ ചിന്തയൊന്നും എനിക്കില്ല. മുടിയില്ലേ? അയ്യോ, ഇതികൊന്നും ത്രെഡ് ചെയ്യണ്ട ഗൈസ്. ഓക്കെ, യെസ്, ഇറ്റ്സ് വർക്കിംഗ്. മുടിയുണ്ട് ഗൈസ്, ഞാൻ ചിന്തോടാണ്. ആൻഡ് സൈഡിൽ ചെയ്യുമ്പോൾ ഈ മുറി അതുപോലെ തന്നെ കുരുവൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ ചെയ്യാൻ നിൽക്കണ്ട. സ്കിന്ന് മേലേക്ക് ലിഫ്റ്റ് ചെയ്തിട്ട് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ചെയ്തിട്ട് വേണം പിടിക്കാൻ. എന്നൊക്കെയാണ് ഞാൻ വീഡിയോയിൽ കണ്ടത്. അവിടെ ചെയ്തതിന് നല്ല മാറ്റം അറിയുന്നു. അയ്യോ, കുറേ തേക്കാം. എത്രത്തോളം വീഡിയോ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഇത്ത വീഡിയോ ഒക്കെ
സേവ് ചെയ്യാൻ പറ്റിയില്ല സ്റ്റോറേജ് സീനായിട്ട്. സംഭവം ഇഷ്ടപ്പെട്ടിട്ടോ. ശരിക്കും മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ അത്രയും ക്ലീൻ ഫേസ് ആണെങ്കിൽ നല്ല രസം. മൂക്കും വരുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് എത്രത്തോളം വിസിബിൾ ആവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് നല്ല മാറ്റമുണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ. എനിക്ക് നൈസായിട്ടൊരു കൂട്ടുപിരികൊക്കെ ഉണ്ട്, അതൊന്നും എടുക്കണില്ല, അതൊക്കെ കഴിഞ്ഞോട്ടെ. നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്തത് ഈ 2 ചീക്കും അതേപോലെ തന്നെ അപ്പർ ലിപ്പും ആയിരുന്നു. അത് ഏകദേശം എടുത്തെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആൻഡ് ഷേവ് ചെയ്യുമ്പോൾ മേലത്തൊരു ലെയർ സ്കിന്ന് മൂവ് ആവുന്ന പറയുക, അതുകൊണ്ടൊരു ചെറിയ ലൈറ്റനിങ് ഫീൽ ഉണ്ടാവും ഫേസിന്. ഇന്നെപ്പോലെ ഞാൻ സംസാരിച്ചിട്ടൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഒരു സത്യം പറയല്ല, കുറച്ച് ലൈറ്റായിട്ട് ഫേസ്. ഓക്കെ, മെയിൻലി ഞാൻ ഇതുവരെ ചെയ്യാതെ ഇരുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്കിത് ഇനി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടി വരുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാട്ടോ. ഇൻകേസ് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ അപ്പം ഇതാവില്ലേ. അപ്പോൾ ഇത്രയും ഹെയർ ഞാൻ എൻ്റെ ഫേസിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നന്നായി ഫേസ് വാഷ് എടുക്കുക. ഫേസൊക്കെ വാഷ് ചെയ്യണം. നൈസായിട്ടൊന്ന് ലൈറ്റപ്പായി ആൻഡ് സോഫ്റ്റായി. അടിപൊളിയായിട്ട് ഫേസൊക്കെ റേസ് ചെയ്ത് തന്നെ നമുക്ക് ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ക്രീം എന്തെങ്കിലും തേക്കാൻ. എന്തായാലും ഇനി സൺലൈറ്റൊക്കെ കൊള്ളുമ്പോൾ വേഗം കൊണ്ടോളും. അപ്പോൾ നല്ല സൺസ്ക്രീൻ തേക്കണം ആൻഡ് മോയ്സ്ചറൈസർ തേക്കാം ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള വീഡിയോയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ടാറ്റാ.